നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് ജീരകശാലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ജീരകശാല അല്ലെങ്കിൽ ബാസ്മതി റൈസ് എടുത്താലും മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാളയാണ്. സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 10-12 ഏലക്ക, 10-12 ഗ്രാമ്പു, പിന്നെ ഒരു 2-3 കഷ്ണം പട്ടയാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ വെള്ളം 5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പിൻ്റെ ഇരട്ടി 5 കപ്പാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഡീപ്പ് പാൻ ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് 1/3 കപ്പ് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീ റൈസ് അല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഗരം മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാല എല്ലാം പൊട്ടാൻ തുടങ്ങിയാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ട്രാൻസ്ലൂസൻറ്റ് ആയാൽ മതി. കളർ മാറുന്ന ആവശ്യമൊന്നുമില്ല. പിങ്ക് കളർ ആക്കേണ്ട, വൈറ്റ് റൈസാണ് വേണ്ടത്. അപ്പോൾ ഇതാ സവാള നമ്മൾ വഴഞ്ഞ് വന്നിട്ടുണ്ട്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ട്രാൻസ്ലൂസൻറ്റും ആയിട്ടുണ്ട്. കളറൊന്നും മാറാൻ പാടില്ല, കരിയാനും പാടില്ല. അത് ശ്രദ്ധിക്കണം. റൈസിൻ്റെ കളർ മാറാൻ പാടില്ല. വൈറ്റ് കളറല്ലേ നമ്മൾ നെയ്ച്ചോറുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് പാകാക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വാർത്തിട്ട് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് പാകാക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങിയാൽ ഇത് മൂടി വെച്ചിട്ട് തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് നമുക്കിത് 10 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ അരി ദമ്മായിട്ടുണ്ട്. കണ്ടോ, നെയ്ച്ചോറ് റെഡിയാണ്. നല്ല മണം വരുന്നുണ്ട്, നല്ല ലുക്കാണ് കാണാനും. ഓരോ അരിയും വേറെ വേറെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നല്ല ടേസ്റ്റ് നെയ്ച്ചോറ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല കറിയൊക്കെ കുഴച്ചിട്ട് പപ്പടം, അച്ചാർ, ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറായി. ഇനി നമുക്ക് നെയ്ച്ചോറിന് പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കുറുമ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മാച്ചാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ചിക്കൻ കുറുമ ഉണ്ടാക്കുക എങ്ങനെ വിത്ത് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണിത്. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 1 കിലോ ചിക്കനാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 കപ്പ് തേങ്ങാപ്പാലാണ്. 1.5 തേങ്ങ എടുത്തിട്ട് അരച്ചിട്ട് പാലെടുത്തതാണ്. 1-ാം പാലാണിത്. അപ്പോൾ 3 തേങ്ങ എടുത്തിട്ട് പാലെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ്. 3 സവാള എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ പച്ചമുളക് 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, നടുവ് കീറിയത്, പിന്നെ കറി ലീവ്സ്. പിന്നെ ആവശ്യമുള്ളത് ഒരു ചെറിയ സവാള എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സ്, പിന്നെ അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് ചോപ്പ് ചെയ്യാം. 2-3 പച്ചമുളക് എടുത്തിട്ട് ചോപ്പ് ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പാണിത്, കാഷ്യൂനട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ആദ്യം പൊടിച്ചിട്ട് പിന്നെ പേസ്റ്റാക്കി എടുക്കണം. കാഷ്യൂനട്ടാണ് 10-12 ഒരു 13 കാഷ്യൂനട്ട് എടുത്തിട്ട് പൊടിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് മല്ലിയില. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. കുറുമ ഉണ്ടാക്കാനായിട്ട്
ഒരു പാൻ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, 4-5 ഏലക്ക, 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. അത് ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി, അപ്പോൾ നിങ്ങൾ മറക്കരുത്. എന്നിട്ട് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം, ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒരു പിങ്കിഷ് കളറാവണ വരെ നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം സോഫ്റ്റാക്കി എടുക്കാൻ, നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. ഒന്ന് മൂടി വെച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്, ഒരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, കുറേ കളർ മാറാനൊന്നും പാടില്ല. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് 3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ തീ ലോ ആക്കിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ, കുരുമുളക് പൊടി, വലിയ ജീരകപ്പൊടി, മല്ലി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ. അപ്പോൾ ഒരു 2 മിനിറ്റ് മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയും സവാള എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളിയും കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് സ്മാഷ് ആവണ വരെ വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ നമുക്ക് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മാഷ് ആയിട്ടുണ്ട്, എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഒഴിക്കുന്നത്. ആദ്യം പാലെടുത്തിട്ട് രണ്ടാമത്തെ തേങ്ങ ചാണ്ടി മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ എടുത്തതാണ്. ഇത് 2 കപ്പോളം ഉണ്ട്. 2 കപ്പ് 2ാം പാൽ നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ആക്കിയിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ആക്കിയിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കനെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം, തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തക്കാളിയും കരിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ള് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി ഇങ്ങനത്തെയാണ് നമുക്ക് വേണ്ടത്. മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം കുറുക്കണ ആവശ്യമില്ല, കാരണം തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് തണുപ്പ് മാറിക്കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും എന്നതാണ്. അപ്പോൾ ഇത്ര കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഇതുപോലെ. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ, നമ്മൾ കറി ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ കുറുമയും നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ്. പപ്പടവും കച്ചുമ്പറും അച്ചാറൊക്കെ ചേർത്ത് തിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുറുമ നല്ല അടിപൊളി ക്രീമി കുറുമയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പവും ദോശയും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ അറിയിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.